സഹോദരങ്ങളെ നമസ്കാരം. നമ്മുടെ അന്ധവിശ്വാസങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു വരികയായിരുന്നു. ഇനി കൈവിഷത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ പ്രായമുള്ള ഒരാൾ വിവാഹിതനായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പെട്ടെന്നൊരു മാനസിക ക്ലേശമുണ്ടായി. വിവാഹം കഴിഞ്ഞ് കൂടുതൽ നാളാകാത്തതിനാൽ അദ്ദേഹം പെൺകുട്ടിയെയും കൂട്ടി വീട്ടിലേക്ക് പോയി, അവളുടെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ സഹോദരന്മാരെല്ലാവരും കൂടി തീരുമാനിച്ചു, ഒരു ജ്യോത്സ്യനെ കണ്ട് ഭക്ഷണം വയ്ക്കണം. അങ്ങനെ വെച്ചപ്പോൾ ജ്യോത്സ്യൻ പറഞ്ഞത് തൊട്ടടുത്തുള്ള ഒരു മന്ത്രവാദിയുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി പരിഹാരം കണ്ടെത്തണമെന്നാണ്. അങ്ങനെ അദ്ദേഹം ചെയ്തു. അവിടെ ചെന്നപ്പോൾ അതിനിടയ്ക്ക് പയ്യൻ ഇതിൽ വിശ്വസിക്കുന്ന ഒരാളല്ലായിരുന്നു. അദ്ദേഹം അവരോട് പറയുകയും ചെയ്തു, അളിയന്മാരോടും മറ്റുമൊക്കെ പറയുകയും ചെയ്തു. പക്ഷേ അവരുടെ നിയന്ത്രണത്തിലായതിനാൽ അദ്ദേഹം കൂടി ഈ മന്ത്രവാദിയുടെ അടുത്ത് പോവുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ തുള്ളലും മറ്റുമെല്ലാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം അവരോട് പറഞ്ഞു, ഇനി നിങ്ങൾ തിരുവിഴായിൽ പോയി ഈ കൈവശം കളയണം. അങ്ങനെ പയ്യനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ആളിയന്മാരും ഒക്കെ കൂടി നേരെ തിരുവിഴായിൽ പോയി. തിരുവിഴായിൽ ചെന്ന് ഒരു മുറി ബുക്ക് ചെയ്ത് അവിടെ താമസിച്ചു. പിറ്റേ ദിവസം രാവിലെ പോറ്റി വന്ന് രണ്ടുപേരെയും അമ്പലത്തിന് മുന്നിലിരുത്തി. എന്നിട്ട് അദ്ദേഹം കൊണ്ടുവന്ന എന്തോ ഒരു ദ്രാവകം കഴിക്കാൻ ആവശ്യപ്പെട്ടു. പയ്യൻ പറഞ്ഞു, ഞാൻ കഴിക്കുകയില്ല. പെൺകുട്ടി കഴിക്കുകയും ചെയ്തു. പയ്യനെ ഒരുപാട് നിർബന്ധിച്ചു അയാൾ, പക്ഷെ ചെയ്തില്ല. ഏതായാലും ഇത് കഴിച്ചതിന് ശേഷം പെൺകുട്ടി കണ്ടമാനം ഛർദ്ദിക്കാൻ തുടങ്ങി. പുറകെ നടക്കുന്നവരെല്ലാം കൈവശം തോണ്ടിയെടുക്കാൻ പറ്റുന്ന ഭാഗത്തിൽ ഓരോ കോഴി കൊണ്ട് ഇളക്കി നോക്കുന്നുണ്ടായിരുന്നു. ഏതായാലും ആ പ്രവർത്തനം കഴിഞ്ഞപ്പോൾ പെൺകുട്ടി അവശയായി, കിടപ്പിലായി. അപ്പോൾ പയ്യൻ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ഈ പെൺകുട്ടിയെ വിട്ടുതരാൻ പറ്റില്ല, ഞാൻ പറയുന്ന ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അങ്ങനെ തിരുവനന്തപുരത്തുള്ള പ്രശസ്തനായ ഒരു മനഃശാസ്ത്രജ്ഞനെ കാണിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരാഴ്ചത്തെ ചികിത്സ കൊണ്ട് പെൺകുട്ടി ഭേദമായി വീട്ടിലെത്തുകയും ചെയ്തു. അപ്പോൾ കൈവശം എന്നത് എന്താണ് എന്ന് എനിക്കിപ്പോഴും പിടിയില്ല. ആഹാരത്തിൽ എന്തൊക്കെ കലർത്തി കൊടുക്കുന്നത് മൂലമുണ്ടാകുന്ന ഒരു വികല്പമാണ് എന്ന് പറയാം. അതിന് ഞങ്ങളുടെ നാട്ടിലുള്ളൊരു ചികിത്സയാണ് ഈ തിരുവിഴായിലെ ചികിത്സ എന്നത്. ഇക്കാര്യത്തിൽ എൻ്റെ അഭിപ്രായം എന്താണ്? അതാണ് വളരെ പ്രധാനപ്പെട്ടത്. കൈവിഷം പോലുള്ള അന്ധവിശ്വാസങ്ങൾ നമ്മൾ അംഗീകരിക്കേണ്ടതില്ല. ശാസ്ത്രം തെളിയിച്ചിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ശരിയായ മനഃശാസ്ത്രജ്ഞനെയോ സൈക്യാട്രിസ്റ്റിനെയോ ഒക്കെയാണ് മനക്ലേശമുള്ളവർ തീർച്ചയായിട്ടും സമീപിക്കേണ്ടത്. അങ്ങനെ സമീപിക്കാതിരുന്നാൽ അവർ ജീവിതകാലം മുഴുവൻ മനക്ലേശമുള്ളവരായി കഴിഞ്ഞുകൂടുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. നന്ദി, നമസ്കാരം.